ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഈ ഒരു ശരീരമാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത്. എൻ്റെ ഏറ്റവും വലിയ അസറ്റ് ഈ ഒരു ശരീരമാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സമയം. എനിക്ക് ഈ ഒരു എൻ്റെ ശരീരം, എൻ്റെ ആരോഗ്യം, എൻ്റെ ഈ സമയം, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, അതായത് ഭാവി തലമുറയെ നശിപ്പിക്കാൻ നോക്കുന്ന അവരുടെ ആ ഒരു പദ്ധതി ഡിസ്മാൻഡിൽ ചെയ്യണം. അപ്പൊ അതിന്റെ ആ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂര് ആ ഒരു അരവിന്ദ് എന്നുള്ളൊരു ഐ ഹോസ്പിറ്റലിൽ പോയി. ഓക്കെ, ഐ ഹോസ്പിറ്റലിൽ പോയി. ഇതെല്ലാം പ്രൊഡക്റ്റബിൾ തന്നെയാണ്. എനിക്കിത് വലിയ ആശ്ചര്യമായിട്ട് തോന്നില്ല. ഞാൻ കണ്ട കാഴ്ച ഇതാണ്. അതായത് ഈ ഒരു അവസ്ഥ, അതായത് പ്രായഭേദമന്യേ അമ്മമാരെല്ലാം വളരെ കുറവ്, കുഞ്ഞുങ്ങൾ എൻ്റെ ബാഹു 2 വയസ്സ്, 1 വയസ്സ്, 3 വയസ്സ്, അല്ലെങ്കിൽ ജനിച്ചു വീണ ഒരു കുഞ്ഞ്, ഇവർക്ക് എല്ലാവർക്കും കണ്ണിനൊരു പ്രശ്നം. എന്നിട്ട് ഒരുപാട് ആൾക്കാരാണ്. ഓക്കെ, അതായത് പല സ്ഥലത്തുനിന്ന്, കേരളത്തിൽ നിന്നെല്ലാം ഒരുപാട് ആൾക്കാർ ആ ഒരു കോയമ്പത്തൂർ ആശുപത്രിയിലേക്ക്. അതോടൊപ്പം തന്നെ കണ്ണിലെല്ലാം ഇങ്ങനെ കുറെ മരുന്നിടുന്നു. അവർ മയോപ്പിയ, പുതിയൊരു അസുഖം കൊണ്ടുവന്നു. അതായത് 20 വർഷം മുമ്പ് ഈ പറയുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, അതോടൊപ്പം തന്നെ ഇപ്പൊ സൈനസൈറ്റിസ്, പിന്നെ തൈറോയിഡ് പ്രശ്നം, PCOD, ഇതെല്ലാം വന്ന പോലെ തന്നെ ഇപ്പൊ പുതിയ അവർ കൊണ്ടുവന്നു മയോപ്പിയ, ഒരു അസുഖം കൊണ്ടുവന്നു, മയോപ്പിയ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ബ്രാഞ്ചസ്, റെറ്റിന, കോർണിയ, ക്ലിനിക്ക്, ഐ ഓപ്പറേഷൻ, എന്നിട്ട് കണ്ണെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. ഓക്കെ, അടിപൊളി തന്നെയാണ് അല്ലെ? ഇത് തന്നെയാണ് റിലാക്സ് സോഴ്സ് പറയുന്നത്. ആ ഒരു അവർക്ക് പണമല്ല ഇവിടുന്ന് വേണ്ടി പറയുന്ന വിഡ്ഢികളായ സിനിമാ നടന്മാർ ഈ പറയുന്ന ഗവൺമെന്റിനെയും ജുഡീഷ്യനെല്ലാം മുമ്പിൽ നിർത്തിട്ട് ഭാവി തലമുറ ഇല്ലാതാക്കണം. അത് തന്നെയല്ലേ, കണ്ണെല്ലാം പോയി കഴിഞ്ഞു, മയോപ്പിയ എന്നൊരു അസുഖം അവർ കൊണ്ടുവന്നു. ഇതൊന്നും പക്ഷെ നമ്മുടെ മിഡിൽ ക്ലാസ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യില്ല. ഓക്കെ, അവരെ ആശുപത്രി എന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും വിഡ്ഢികളായ ആൾക്കാർ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു സ്റ്റേജ് എത്തി. ഓക്കെ, ഇതെല്ലാം റിലാക്സ് സോഴ്സിന് അറിയാം, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം. എന്നിട്ട് നിങ്ങൾ വിഡ്ഢികളായ നിങ്ങൾ പിന്നെയും ഫോൺ കൊടുക്കും. കാരണം അത് നിങ്ങളുടെ ജീവിത ശൈലിയാക്കി മാറ്റി. പിന്നെ ജിയോ, അംബാനി, ആ ഒരു ഫൂളിനെയാണ്, ആ ഒരു എലീനെയാണ് അവർ ഇന്ത്യ എന്നുള്ള മഹാരാജ്യം ഡിജിറ്റലൈസ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു ടൂൾ. ഓക്കെ, അംബാനി എന്നുള്ള ആ ഒരു വിഡ്ഢിനെയാണ് ആ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഇന്നും പുള്ളിയുടെ വേറെ സ്റ്റാറ്റിക്സ് തോന്നി, പുള്ളി ആ ഒരു സിം കട്ട് ചെയ്ത് കളയോടക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പോയി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അപ്പൊ നമ്മൾ 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഓക്കെ, ഇതെല്ലാം പുള്ളി തന്നെ ചെയ്യണതാണ്. രാവിലെ ഞാൻ നോക്കിയപ്പോൾ എന്റെ സിം ഒന്നും ആക്റ്റീവ് ആവുള്ളൂ. അപ്പൊ ചെന്നപ്പോൾ 50 രൂപ കൊടുക്കണം, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഇതെല്ലാം അവർ തന്നെ ചെയ്യുന്നത്. ഓക്കെ, മൾട്ടിനാഷണൽ കമ്പനിയുടെ ആ ഒരു പരിപാടി തന്നെ. നമ്മുടെ ഈ ഒരു മാസം 30 ദിവസം മാറ്റി ആ ഒരു 18 ദിവസമാക്കി, അല്ലെ, 24 ദിവസമാക്കി. അപ്പൊ ഈ വിഡ്ഢികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അത് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. ഓക്കെ, രാഹുൽ ഗാന്ധി പറഞ്ഞ വേറെ ഒന്നുമല്ല, മദറിനെ വിറ്റു. അതായത് ഇന്ത്യ എന്നുള്ള ഭാരത് മാതേനെ നരേന്ദ്രമോദി വിറ്റു, അവിഡ്ഢിയായ ചായക്കടക്കാരനെ കൊണ്ട് വിപ്പിച്ചു. ഇതെല്ലാം പറഞ്ഞ കേസാണ്. ഓക്കെ, പക്ഷെ ഇതെല്ലാം ഞാൻ ഒരുപാട് മാസം മുമ്പ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതെല്ലാം കറക്റ്റ് സമയമാകുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എന്റെ ശബ്ദം പോയിരിക്കുന്നുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, ചുറ്റും ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഒരു തീ കടത്താൻ പോയി, അപ്പൊ ഉള്ളവരുടെ പുകയെല്ലാം എന്റെ ഉള്ളിൽ പോയി. പിന്നെ ഇതാണ് എന്റെ ലബോറട്ടറി. ഞാൻ പറഞ്ഞില്ലേ, ശരീരത്തെ കുറിച്ച് എല്ലാം എനിക്കറിയാം. അതായത് ഈ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും ഇതെല്ലാം ചേഞ്ചസ് വരുത്താനുള്ള കാര്യം ഈ ശരീരത്തിന് തന്നെ ഉണ്ട്. അതാണ് ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മെഡിക്കൽ സെക്ടർ ആണെങ്കിലും ഇതെല്ലാം കണ്ടില്ലേ, മയോപ്പിയ എന്നുള്ളൊരു അസുഖം കൊണ്ടുവന്നു, അവിടെ ആൾക്കാർ ക്യൂ നിന്ന് തുടങ്ങുന്നു. ഫാർമസ്യൂട്ടിക്കൽസ്, ഫാർമസിയും ഇതെല്ലാം കൂടി കണ്ണടയെല്ലാം പല തലത്തിലുള്ള കണ്ണടകൾ. എന്നാൽ എന്താണ് ഇതിന്റെ കോസ് എന്ന് അവർ തിരിച്ചറിയില്ല. അതായത് വിഡ്ഢികളായ ആൾക്കാർ തിരിച്ചറിയില്ല, ഗവൺമെന്റിന് തിരിച്ചറിയില്ല, ജുഡീഷ്യലും തിരിച്ചറിയില്ല. അപ്പൊ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവി നശിക്കും. ഓക്കെ, അവരുടെ ശരീരം ഇല്ലാതാക്കേണ്ടതിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് അവരെത്തി. എന്നിട്ട് ഡിജിറ്റൽ ലൈഫ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റും ഗെയിമിങ്ങും കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു.